ഈ അടുത്ത് ഞാനൊരു ന്യൂസിലൊരിത് കണ്ട്, വെറും പനിയായിട്ടൊരു കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പാരസെറ്റമോൾ മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. വാങ്ങിച്ച് കുഞ്ഞിന് മരുന്ന് കൊടുത്തു തുടങ്ങി. 3 ഡേയ്സോ 4 ഡേയ്സോ കൊണ്ട് കുട്ടി വളരെ സിക്കായി. വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇവാലുവേറ്റ് ചെയ്യുമ്പം കുഞ്ഞിൻ്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തപ്പം വളരെ ഡീറേഞ്ച്ഡ് ആയിട്ടുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ പുറത്ത് പോയി ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവിടുന്ന് കൊടുത്തത് ഡ്രോപ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഡ്രോപ്സ് 3 ml വീതമാണ് ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 6 hourly ഗ്യാപ്പിൽ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ഹൈ ഡോസ് ചെല്ലുകയും കുഞ്ഞിൻ്റെ ലിവർ ഡാമേജ്ഡ് ആവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലാതെ ഡ്രഗ്സ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റെ കോമ്പോസിഷൻ ചെക്ക് ചെയ്തിരിക്കണം. പാരസെറ്റമോളിൻ്റെ ഹയസ്റ്റ് പോസിബിൾ ഡോസ് എന്ന് പറയുന്നത് 15 mg/kg ഡോസാണ്. ആ ഡോസ് നമുക്ക് 6 hours ഗ്യാപ്പിൽ കുഞ്ഞിന് കൊടുക്കാം. അത് കുഞ്ഞിന് സേഫാണ്. ഒരിക്കലും തണുത്ത വെള്ളത്തിൽ കുഞ്ഞിനെ നനച്ച് തുടയ്ക്കരുത്. ലൂക്ക് വാം വാട്ടർ, അതായത് ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം നമ്മൾ ഈ നനച്ച് തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എത്ര നേരം നനച്ച് തുടയ്ക്കണം? ഒരു 15 to 20 minutes എങ്കിലും നനച്ച് തുടയ്ക്കണം. എങ്കിലേ ആ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ ആ ഒരു പ്രോസസ്സ്. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷിവർ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ ഒരിക്കലും നമ്മൾ ടെപ്പിഡ് സ്പഞ്ചിങ് അല്ലെങ്കിൽ നനച്ച് തുടയ്ക്കൽ ചെയ്യരുത്. കാര്യം അത് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. വളരെ ഹൈ ഗ്രേഡ് ടെമ്പറേച്ചർ പോകുമ്പോൾ നമ്മുടെ ബോഡി ആ ടെമ്പറേച്ചറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഷിവറിങ്. ആ സമയത്ത് നമ്മൾ വെള്ളം വെച്ച് നനച്ച് തുടച്ചാൽ കൊച്ചിനത് വളരെയധികം സ്ട്രെസ്സായി മാറും. അപ്പം ഷിവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ബ്ലാങ്കറ്റ് ഇട്ട് പുതച്ച് മൂടി കുഞ്ഞിനെ കംഫർട്ടബിളാക്കി വെക്കണം.